ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്കൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ പരിചയം ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് മസാല ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റിയ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 1 2 ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റി ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളൊക്കെ വഴണ്ട് ഈ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാലയൊക്കെ ബീഫിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത്യാവശ്യം മല്ലിയിലൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് കട്ട്ലേറ്റ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണിത്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും ബീഫും മസാലയൊക്കെ മൊത്തത്തിലൊന്ന് സെറ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് മിക്സ് ആക്കി എടുക്കുക. നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ മുട്ടയുടെ മിക്സിലാണ് മുക്കിയെടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. മൈദയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിലൊന്നും കുടിക്കാതെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതുപോലെ റൗണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ ചേർക്കുക. അപ്പോൾ അത് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ആദ്യം ഒന്ന് മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഈ മൈദയുടെ മിക്സിൽ ഇട്ടിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൊട്ടിപ്പോവാതെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഡബിൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഡബിൾ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒറ്റ തവണയെ കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ പിന്നെ മൈദയുടെ ബാറ്ററിലൊക്കെ കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും മൈദയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാം. കുറച്ചധികം ഓയിൽ ഒഴിക്കണം. തീരെ ഓയിൽ ഒഴിക്കാതെ ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓയിലൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.